പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 25 തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായം 24 വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 24 നാം ഇപ്രകാരം വായിക്കുന്നു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഉച്ചിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൈസ്തവ ലോകത്ത് അനേക സന്ദർഭങ്ങളിലായി നാം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത പരമപ്രധാനമായ ഒരു വാക്യമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നാം വായിച്ചു കേട്ടത്. പ്രത്യേകിച്ച് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ സമർപ്പണത്തിനായി, ദൗത്യത്തിനായി, ദൈവവേലയ്ക്കായിട്ടൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രാർത്ഥിച്ച് നിയോഗിച്ച് അയക്കുമ്പോഴൊക്കെ ഈ ഭാഗം വായിക്കുക പതിവാണ്. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്ക് ഏറെ പരിചിതമാണ്. ഫിലിപ്പിന്റെ കൈസേരിയിൽ എത്തിയപ്പോൾ യേശു തന്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അവർ കേട്ടത്, അവർ മനസ്സിലാക്കിയത് യേശുവിനോട് പറയുന്നു. ഉടനെ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, അവർ പറഞ്ഞതൊക്കെ ശരി. കഴിഞ്ഞ 3 വർഷത്തോളമായി നിങ്ങൾ എന്നോടൊപ്പമുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? ശിമോൻ പത്രോസ് കൃത്യമായി മറുപടി പറയുകയും യേശു പത്രോസിന് അത് വെളിപ്പെടുത്തിയ വിധം വ്യക്തമാക്കുകയും ഈ സഭയുടെ ചുക്കാൻ എന്ത് ഏത് എന്നുള്ള നിലയിൽ പത്രോസിനെ പറഞ്ഞ് ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് യേശു തൻ്റെ ഈ ഭൂമിയിലെ ദൗത്യത്തിന്റെ പൂർത്തീകരണം ശിഷ്യന്മാരോട് പറഞ്ഞു. താൻ വേദനിക്കപ്പെടും, കഷ്ടപ്പെടും, ക്രൂശിക്കപ്പെടും, ഈ നിലയിലായിത്തീരും എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ വിളിച്ച് വേറിട്ട് കൊണ്ടുപോയി ശാസിക്കുകയാണ്. അരുത്, അങ്ങനെയൊന്നും അങ്ങ് പറയരുത്, അത് സംഭവിക്കുവാൻ പാടില്ല. യേശു പത്രോസിനെ ശാസിക്കുന്നു. നീ സാത്താനുള്ളതാണ് ചിന്തിക്കുന്നത്, ദൈവഹിതമല്ല. ഇത്രയും കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ യേശു തന്നെ അനുഗമിക്കുന്ന പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞ വാക്യമാണ് 24 വാക്യമായ പ്രചാരം നേടിയിരിക്കുന്ന ഇന്നത്തെ വാഗ്ദത്ത വചനം. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ ഒരു കാര്യം പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഏകദേശം 95% ആളുകളും ഈ വാക്യത്തിന്റെ കാതലായ ഭാഗം തെറ്റിച്ച് പറഞ്ഞാണ് കേട്ടിട്ടുള്ളതും നമ്മുടെ ഓർമ്മയിലുള്ളതും ശീലിച്ചിട്ടുള്ളതും. അതായത് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഈ തന്റെ എന്നുള്ളതിന് പകരം നാം പലപ്പോഴും കേട്ടിട്ടുള്ളതും അറിഞ്ഞോ അറിയാതെയോ പറയുന്നതും ഒരുവൻ എന്നെ
അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് എന്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇതാണ് 95% ആൾക്കാരും പറയുകയും കേൾക്കുകയും നമ്മുടെ ഉള്ളിലിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയല്ല. തന്റെ ക്രൂസ്, നാം ഇംഗ്ലീഷ് ബൈബിള് റെഫർ ചെയ്താൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ടേക്ക് അപ്പ് their cross and follow me. their cross, അവരുടെ, ആര് എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവോ അവരുടെ കുരിശ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നെത്താൻ ത്യജിക്കുമ്പോൾ, യേശുവിനെ അനുഗമിക്കുമ്പോൾ നാം ഒരു വലിയ ക്രൂസ് നമ്മുടെ തന്നെ ചുമക്കേണ്ടതായിട്ട് വരും. ഈ പ്രഭാതത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ അതിനെ ഒന്ന് വിശദീകരിക്കട്ടെ. സത്യം പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ നാം തെറ്റിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലിരിപ്പ് തന്നെയാണ്. കാരണം എനിക്ക് ക്രൂസ് ഒന്നും ഇല്ല, വഹിക്കാനും വയ്യ. അതുകൊണ്ട് യേശുവിന്റെ ക്രൂസ് ഞാനൂടെ ചുമന്ന് സഹായിക്കാം. യേശു പറയുന്ന അതല്ല. എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ ആദ്യമേ തന്നെത്താൻ ത്യജിക്കണം. ഇന്ന് അനുഭവിക്കുന്ന സുഖലോലുപത്വങ്ങളും സകലവും ത്യജിക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ മുൻപിൽ ഒരു വലിയ ക്രൂസ് രൂപപ്പെടും. എന്ന് പറഞ്ഞാൽ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പത്രോസേ, കഴിഞ്ഞ 3 വർഷം നീ എന്റെ കൂടെ കൂടി, പാട്ടുപാടി, പ്രാർത്ഥനയ്ക്ക് കൂടി, രോഗസൗഖ്യം കണ്ടു, അപ്പം കഴിച്ചു, മീൻ കഴിച്ചു, കൊട്ടക്കണക്കിന് അധികം വന്നത് ശേഖരിച്ചു, വീഞ്ഞു കുടിച്ചു, നല്ല പേരുള്ളവനായിട്ട് ഇങ്ങനെ നടന്നു. ഇനി അങ്ങോട്ട് അധിക കാലം ഇങ്ങനെ പോവുകയില്ല. ഇനി നീ നിന്റെ ക്രൂസ് ചുമക്കേണ്ട സമയമായി. നീ പ്രതികൂലത്തിലോട്ട് വരേണ്ട സമയമായി. അതുകൊണ്ട് നമ്മുടെയൊക്കെ ആത്മീയ ചിന്ത പാടിയാൽ, പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് ചേർന്നിരുന്നാൽ, എല്ലാ ആഴ്ചയും മുടങ്ങാതെ ആരാധനയ്ക്ക് പോയാൽ, വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ പിന്നെ പ്രശ്നമൊന്നും വരത്തില്ല, രോഗമൊന്നും വരത്തില്ല, ഒരു ബുദ്ധിമുട്ടും വരികയില്ല. അതിനേന് ഇന്ന് പുതിയ പുതിയ സഭകളും പുതിയ പുതിയ തിയോളജികളും വന്നിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ സഭയിലോട്ട് വന്നേ, പ്രശ്നമെല്ലാം മാറും. നിങ്ങളുടെ മക്കള് പഠിക്കുകയൊന്നും വേണ്ട, ഞങ്ങളുടെ സഭയിൽ വന്നാൽ മതി, ഫസ്റ്റ് റാങ്ക് മേടിച്ച് പാസ്സാകും. മഞ്ഞ് പൊഴിയുന്ന നാട്ടിലെത്തും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അനുഗ്രഹം ഇങ്ങനെ അങ്ങ് കവിഞ്ഞൊഴുകുകയാണ്. നിങ്ങളൊന്ന് വന്നാ മതി. ഇത് ഏത് വേദപുസ്തകമാ പഠിപ്പിക്കുന്നത്? ഈ തെറ്റിദ്ധാരണയാണ് ഈ വാക്യം പലപ്പോഴും തെറ്റിച്ച് നാം പറഞ്ഞു ശീലിക്കുന്നത്. അല്ല പ്രിയമുള്ളവരെ, യഥാർത്ഥമായി യേശുവിനെ പിൻപറ്റുന്ന, അനുഗമിക്കുന്ന ഒരു വിശ്വാസിക്ക്, സത്യസന്ധമായി കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് ഒരു വലിയ ക്രൂസ് ചുമക്കേണ്ടതായിട്ടുണ്ട്. വേദനയുടെ, സങ്കടത്തിന്റെ, പിറുപിറുപ്പിന്റെ, നിന്ദയുടെ, പഴിയുടെ, ദാരിദ്ര്യത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, പ്രതികൂലത്തിന്റെ, അല്ലാതെ 10 കോടി ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ പലിശ എടുത്ത് സുഖലോലുപത്വത്തോടുകൂടി സുവിശേഷ വേല ചെയ്യുന്നതല്ല സുവിശേഷ വേല. അതല്ല യേശുവിനെ അനുഗമിക്കൽ. ബുദ്ധിമുട്ടിന്റെയും ഭാരത്തിന്റെയും പ്രയാസത്തിന്റെയും മധ്യേ ഈ ക്രൂസ് ചുമക്കുവാൻ ആര് തയ്യാറാകും? അതുകൊണ്ട് സഭ മാറി ഓടുന്നത് കൊണ്ടോ കൂട്ടായ്മ മാറുന്നത് കൊണ്ടോ ഒന്നും അനുഗ്രഹം പ്രാപിക്കുകയില്ല. ഒരു യഥാർത്ഥ വിശ്വാസിയും ദൈവ പൈതലും ആകുന്നില്ല. നമ്മുടെയൊക്കെ ആഗ്രഹം എല്ലാം നല്ലതായിട്ട് പോകണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഉപവസിക്കുന്നത് എന്തിനാ?
കൂട്ടായ്മ കൂടുന്നത് എന്തിനാ? നല്ല ജോലി, നല്ല ശമ്പളം. നമ്മുടെ വിസ ഒരിക്കലും ക്യാൻസൽ ആകരുത്. നമ്മുടെ മക്കൾ ഒന്നാമതായി പാസ്സാകണം. ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടണം. നല്ല കോഴ്സിൽ എത്തണം. പഠിച്ചിറങ്ങിയാൽ ഒരു ദിവസം പോലും പോകാതെ ഏറ്റവും ഉന്നതമായ സ്ഥാപനത്തിൽ ഉന്നതമായ നിലയിൽ ജോയിൻ ചെയ്യണം. ഏറ്റവും നല്ല അലയൻസ്, കറക്റ്റ് സമയത്ത് തലമുറ, നല്ല വാഹനം, നല്ല വീട്. രോഗം ഒരിക്കലും വരരുത്, ഒരിക്കലും മുഖം വാടരുത്. ആഗ്രഹിക്കുന്ന ഉടനെ ഉറങ്ങണം, എഴുന്നേക്കണം. കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ ദൈവം നടത്തിത്തരണം. ഒരു വിധത്തിലും ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. നമ്മളെക്കുറിച്ച് ആരും ഒന്നും പറയരുത്. ഇതിനൊക്കെ വേണ്ടി അല്ലയോ പ്രിയമുള്ളവരെ നമ്മൾ ഈ ചാടി ആത്മീയത പറഞ്ഞ് നടക്കുന്നത്, വേദപുസ്തകം കൊണ്ട് നടക്കുന്നത്? അല്ലാതെ കർത്താവിനോട് ആത്മാർത്ഥമായി ഇഷ്ടമുണ്ടായിട്ട് കർത്താവിന്റെ ഒരു അനുയായിയാകാൻ പാരമ്പര്യം പറയുന്നതും ഇന്നിന്റെ ആത്മീയത്തിന്റെ വലിയ പ്രശസ്തി പറയുന്ന പുത്തൻ സഭകളും പാരമ്പര്യ സഭകളും പാരമ്പര്യേതര സഭകളും ഞങ്ങളാണ് ഏറ്റവും വലിയ ആത്മീയരെന്ന് പറയുന്ന ഇന്നിന്റെ ഏത് സഭയിലും എത്ര പേർ എന്റെ രക്ഷകനും കർത്താവുമായ യേശുവിനെ ഞാൻ അനുഗമിക്കും, അതിനുവേണ്ടി ഏത് ത്യാഗവും സഹിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് നമ്മിൽ എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് ധൈര്യത്തോടെ പറയാൻ പറ്റും? വളരെ വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള പിതാക്കന്മാർ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. അതിന്റെ നന്മയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. കർത്താവിന് വരവിന് താമസമെങ്കിൽ, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇന്നത്തെ വാക്യം അതുപോലെ ഞാനും നിങ്ങളും ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തണം. അതുകൊണ്ട് കർത്താവിന്റെ ക്രൂശ് ചുമക്കാൻ ആരും ഭാരപ്പെടണ്ട, ആരും അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട. അത് കർത്താവ് ചുമക്കുകയും വഹിക്കുകയും ചെയ്തതിലൂടെ എനിക്കും നിങ്ങൾക്കും നിത്യരക്ഷയും നിത്യരാജ്യവും ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളത് പ്രാപിക്കാൻ നമ്മൾ നമ്മളെ അങ്ങ് ത്യജിച്ച് നമ്മുടെ ക്രൂശ്, വേദനയുടെയും സങ്കടത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും ടെൻഷന്റെയും ക്രൈസിസിന്റെയും സ്ട്രെസ്സിന്റെയും രോഗത്തിന്റെയും നിന്ദയുടെയും ഒക്കെ ക്രൂശ് ചുമക്കാൻ നമ്മളങ്ങ് തയ്യാറായാൽ മതി. തയ്യാറാണോ? ഇങ്ങനെയൊന്നുമുള്ള പ്രസംഗങ്ങളും ചിന്തകളും ഒന്നും നമുക്ക് ഇഷ്ടമല്ല. നമ്മളെ എപ്പോഴും നല്ല പുകഴ്ത്തി അനുഗ്രഹിച്ച് സ്വർഗം അമർത്തിക്കുലുക്കി അനുഗ്രഹിക്കും എന്നൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ പുളകം കൊണ്ട് ജീവിക്കാനാണ് ഇഷ്ടം. പ്രിയമുള്ളവരെ, കാലം അതിന്റെ അന്ത്യത്തിലെത്തി. താൽക്കാലികമായി യുദ്ധം നിർത്തലൊക്കെ ചെയ്തു, പക്ഷേ ഇതൊരു വലിയ തുടക്കത്തിലേക്ക് പോവുകയാണ്. വചനം പറയുന്ന അന്ത്യകാല സംഭവത്തിലേക്ക് വിളിച്ചോതുകയാണ്. അതെ, ഒരു കൈയിൽ ദൈവവചനവും ഒരു കൈയിൽ ഇന്നിന്റെ വാർത്താ ചാനലുകളും ചേർത്ത് വായിച്ചാൽ ഈറ്റുനോവിന്റെ ആരംഭം തുടങ്ങിയിരിക്കുന്നു. അതെ, നമ്മുടെ കർത്താവിന്റെ വരവ് അതിസമീപമായിരിക്കുന്നു. ഇനിയുമെങ്കിലും ഞാൻ എന്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിപ്പാൻ തയ്യാറാകുക. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ഈ ഭൂമിയിലേത് മാത്രം ചിന്തിച്ച്, ഈ ഭൂമിയിലേതിനു വേണ്ടി മാത്രം ജീവിച്ച്, ഈ മണ്ണിൽ ഒടുങ്ങാതെ വിണ്ണിന്റെ മക്കളായി നിത്യതയിൽ യുഗായുഗം കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. വചനപ്രകാരം ഒരുങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉടയവനും സൃഷ്ടിതാവും പരിപാലകരുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങൾ പലപ്പോഴും അങ്ങയെ അനുഗമിക്കുന്നു എന്ന് പറയുകയും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങൾ വരുമ്പോൾ
ഞങ്ങൾ ഓടി ഒളിക്കുകയും ചെയ്യുന്നവരാണ്. കുറുക്കുവഴിയും എളുപ്പവഴിയും തേടുന്നവരാണ്. എന്നാൽ വചനം വളരെ വ്യക്തമായി പറയുന്നു, അങ്ങയെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ ത്യജിക്കണം. ഞങ്ങളുടെ ക്രൂശ്, വേദനയുടെയും ഭാരത്തിന്റെയും സങ്കടത്തിന്റെയും രോഗത്തിന്റെയും വിഷമത്തിന്റെയും പ്രതികൂലത്തിന്റെയും ക്രൂശ് എടുക്കുവാൻ തയ്യാറാകാതെ ഒരിക്കലും ഒരു യഥാർത്ഥ ദൈവവൈതൽ ആവുകയില്ല, നിത്യരാജ്യത്തിന്റെ അവകാശം ആവുകയില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞ് വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇന്ന് ദൈവവചനം കേൾക്കുന്ന ഓരോ നിന്റെ മക്കളെയും അവിടുന്ന് ആത്മാവിൽ നിറച്ച് വചനപ്രകാരം ഒരുങ്ങുവാൻ സഹായിക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, കർത്താവിനെ അനുഗമിക്കുന്ന ദൈവമക്കളാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം ശ്രദ്ധയോടെ ആവർത്തിച്ചു വായിക്കുക. ഈ വചനപ്രകാരമാണോ എന്റെ ക്രിസ്തീയ ജീവിതം, അതോ സുഖസുഷുപ്തിയിലുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയാണോ? അങ്ങനെ മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളാണോ ഞാൻ? അതോ കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിപ്പാൻ തയ്യാറുള്ള ഒരു യഥാർത്ഥ വിശ്വാസിയും ഫോളോവറുമാണോ എന്ന് സ്വയം വിലയിരുത്തുക. പരിശുദ്ധാത്മാവ് കുറവ് ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ പരിപൂർണമായി സമർപ്പിച്ച് പുതുക്കത്തോടെ പുതുസമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഇന്ന് പകൽ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.